അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഒരു വീടിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നാം വലിയ പാഠമാണ്. എത്ര സംഭവങ്ങളാണ് കളിക്കുന്നവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ, കളിച്ചു ആനന്ദത്തിലാണ്, ഒരു സിക്സ് അടിച്ച് ആനന്ദത്തിലാണ്. ആ സമയത്താണ് അതാ അസ്രായിൽ മുമ്പിൽ പ്രത്യക്ഷമാകുന്നത്. നാം ഇങ്ങനെ ആനന്ദത്തിലൂടെ കഴിയുകയാണ്. ഏത് സമയത്ത് നമ്മുടെ മുമ്പിൽ അസ്രായിൽ പ്രത്യക്ഷമാകുമെന്നറിയില്ല. അന അസ്രായിൽ, ഞാൻ അസ്രായിൽ എന്നൊരു പ്രാവശ്യം അസ്രായിൽ നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ എല്ലാ ആനന്ദങ്ങളും അവസാനിച്ചു പോകും. ഇവിടുത്തെ ആനന്ദം താൽക്കാലികമാണ്, അത് എപ്പോൾ തീരുമെന്നറിയില്ല. അതുകൊണ്ട് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില വരകൾ, ഖത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളിങ്ങനെ ചില വരകൾ വരച്ചു, ഖുതൂത്തൻ, ചില വരകൾ. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു ഹാദൽ ഇൻസാൻ, ഇതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു. ഫഹാദ അജലുഹു, ഇതാണ് അവൻ്റെ അവധി എന്ന് പറഞ്ഞു. മനുഷ്യൻ, കാരണം വരകൾ ഒരുപാട് വിളിച്ചു, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അസ്രായിൽ മുമ്പിൽ വരുന്നത് അല്ലേ. വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയായി ഒന്ന് സന്തോഷത്തിൽ ആ വീട്ടിൽ പാർക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് വീട് നാളെയാണ് വീട് ഓപ്പണിങ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചടങ്ങുകളുടെ ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അസ്രായിൽ മുമ്പിൽ വന്ന് പറയുന്നത് അന അസ്രായിൽ, ഞാൻ നിൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരു പ്രാവശ്യം അസ്രായിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായാൽ, ഇദാ ജാ അജലുഹും, അവർക്കുള്ള അവധി എത്തിയാൽ, ലാ യസ്തഖിറൂന സാഅത്തൻ, ഒരു സെക്കൻഡ് പിന്തിക്കുകയോ, വലാ യസ്തഖ്ദിമൂൻ, ഒരു സെക്കൻഡ് മുന്തിക്കൊന്നും ചെയ്യൂല, അതോടുകൂടി അവസാനിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മരണത്തിന് എന്നും എപ്പോഴും ഏത് സമയം നാം ഒരുങ്ങി വേണം എന്നതുള്ള ഒരു പാഠമാണ്. നോക്കൂ, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സിക്സ് അടിച്ച് മനസ്സിനിങ്ങനെ റാഹത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് അസ്രായിൽ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ഈ താൽക്കാലികമായ ജീവിതത്തിൻ്റെ ആനന്ദത്തിന് വേണ്ടി എൻ്റെ പ്രിയമുള്ളവരെ, നാം പരക്കം പായുമ്പോൾ തീർച്ചയായും എവിടെ വെച്ച് ഇത് അവസാനിക്കുമെന്നറിയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, ഓ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പത്ത്, അതുപോലെ നിങ്ങൾക്ക് നൽകിയ ഔലാദുക്കും, നിങ്ങൾക്ക് നൽകിയ മക്കള്, അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിൻ്റെ സ്മരണയെ തൊട്ട് ഒരിക്കലും അവരെ ശ്രദ്ധ തിരിച്ചു പോകരുത്, അവരെ നശിപ്പിച്ച് കളയരുത്. അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞാൽ, അങ്ങനെ ഒരാൾ ചെയ്താൽ, ഫൗലായിക ഹുമുൽ ഖാസിറൂൻ, അവൻ പരാജയപ്പെട്ടു പോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മുടെ മക്കള് പരിശുദ്ധമായ ദീനെതിരെയായി അവർക്കുള്ള ശരീരവും അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഉമ്മാക്കും ബാപ്പാക്കും കാണാൻ വലിയ ആനന്ദമായിരിക്കും. ആ ശരീരം അന്യപുരുഷന്റെ മുമ്പിൽ പ്രദർശിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും അസ്രായിൽ വന്ന് മകളെ കൊണ്ടുപോകുന്നത്, മകനെ കൊണ്ടുപോകുന്നത്. നാം എന്തെങ്കിലും തെറ്റുകൾ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അസ്രായിൽ പ്രത്യക്ഷപ്പെടുന്നത്. നോക്കിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അസ്രായിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ വീഡിയോ എപ്പോഴത്താണ്, എവിടത്തതാണ് എന്ന് നാം ചിന്തിക്കുന്നതിനേക്കാൾ ഇതിൽ വലിയൊരു മെസ്സേജ് ഉണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വലിയൊരു പാഠമാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കണം. ഇതൊക്കെ നമുക്ക് വലിയ പാഠമാണ്. മരണം എപ്പോൾ എത്തും, എങ്ങനെ എത്തും ഒരാൾക്കും പറയാൻ പറ്റൂല. അതുകൊണ്ട് മക്കള്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ ചെലവഴിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കുക. ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, റൂഹ് പിടിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു ചെറിയ അവധി പിന്തിക്കുകയാണെങ്കിൽ ഫഅസ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, അപ്പോഴും പറയുന്ന വാക്ക് ഗൗരവമാണ്. ഫഅസ്ദഖ, ഒരു അജൽ പിന്തിച്ചാൽ ഫഅസ്ദഖ, അല്ലാഹ് ഞാൻ നോമ്പ് നോക്കും, അല്ലേ, ഞാൻ നിസ്കരിക്കും, അല്ലെങ്കിൽ ഞാൻ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യും,
അതൊന്നും അല്ല ഇവിടെ പറയുന്നു. ഫഅസ്വദ്ദക, ഞാൻ ദാനധർമ്മം ചെയ്യും, വാക്കുമിന സ്വാലിഹി, ഞാൻ സ്വാലിഹീങ്ങൾ പെട്ടുപോകും. കയ്യിൽ സമ്പത്തിരിക്കുമ്പോൾ അത് നമ്മുടെ മാത്രം അവകാശമല്ല, അതിൽ പാവങ്ങളുടെ അവകാശമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ, അതുപോലെ നമ്മുടെ അയൽവാസികൾ, പണം ആവശ്യമുള്ളവർക്ക് നാം അത് കൊടുക്കണം. പക്ഷേ റൂഹ് പിടിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആ സമയത്ത് പറയൂ ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് എന്ന് പറയുന്ന സമയത്ത് വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, അജലെത്തിയാൽ ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല എന്ന് ആ സമയത്ത് അസ്രായിൽ പറയുന്ന ഒരവസ്ഥ, ആ സമയത്ത് നാം ഖേദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സാഹചര്യം, ഈ സന്ദർഭം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ള മരണം അന്ത്യനാളിൻ്റെ ലക്ഷണമാണ്. ഫുജഅത്തുൽ മൗത്ത്. ഇതത്ര ചെറിയ ചെറിയ മക്കള് അല്ലേ, മക്കൾ ഇന്ന് കൂടുതൽ മരണം. മക്കള് ഈ മരണം കൂടുതലാകാൻ കാരണം അവിടെ മൊബൈൽ ഉപയോഗമാണ് എന്ന് പുതിയ ഒരു കണ്ടുപിടുത്തം ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു വീട്ടിലേക്ക് കയറിയാൽ, ഒരു സദസ്സിൽ കയറിയാൽ, എവിടെ കയറിയാലും പരസ്പരം ഇന്ന് സംസാരമില്ലല്ലോ. എല്ലാവരും മൊബൈലിലാണ്. എല്ലാവരും മൊബൈലിൽ പല അനാവശ്യങ്ങളും കണ്ട് അല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഇത് വലിയ അപകടമാണ് നമ്മുടെ മക്കൾ ഉണ്ടാക്കുന്നത്. എത്ര മക്കളാണ് നമ്മിന്ന് വിട പറഞ്ഞു പോയത്. അതുകൊണ്ട് മരിക്കാൻ രോഗിയാകണമെന്നില്ല, അപകടം സംഭവിക്കണമെന്നില്ല, പ്രായമാകണമെന്നില്ല, ഏത് സമയത്തും മരിക്കാം. നോക്ക്, ഇവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 6 അടിക്കണമെങ്കിൽ എത്ര ആരോഗ്യം വേണം? ആരോഗ്യത്തിൽ സന്തോഷിക്കുന്ന ആ വേളയിൽ അല്ലേ, ആഹ്ലാദിക്കുന്ന സെക്കൻഡിലാണ് അസ്രായേൽ പ്രത്യക്ഷമാകുന്നത്. യാ റഹ്മാൻ, യാ റഹീം, യാ മാലിക്, യാ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹു നൽകട്ടെ. ജീവിക്കുമ്പോഴും അവൻ്റെ കാരുണ്യം വേണം, മരിക്കുമ്പോൾ വേണം, ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ വേണം, എല്ലായിടത്തും വേണം. ഇത് കിട്ടണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് നാം കരുണ കാണിക്കണം. എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യം എല്ലായിടത്തും നമുക്കുണ്ടാകും. വിശുക്കന്മാരാകരുത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല മരിക്കുന്നതിൻ്റെ മുമ്പ് അവൻ തന്ന അനുഗ്രഹങ്ങൾ അവൻ്റെ ത്വാഅത്തിലായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് നൽകിയ ആരോഗ്യം അല്ലെ, രോഗം വരുന്നതിൻ്റെ മുമ്പ് അത് ഉപയോഗപ്പെടുത്തണം. മുത്തായ റസൂൽ അങ്ങനെയാ പറഞ്ഞത്. എന്നാൽ രക്ഷപ്പെടുന്നു. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് ഉപയോഗിക്കണം എന്നാണ് മുത്തായ റസൂൽ പറഞ്ഞത്. അപ്പം നിൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്ന്, ഒരു യാചകൻ വന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നീ അയാൾക്ക് ഒരു 1000 രൂപ സംഭാവന കൊടുത്ത് സഹായിച്ചു. പിറ്റേ വർഷം വന്ന് നീ എത്രയോ കൊടുത്ത്. പിറ്റേ വർഷം വരുമ്പോൾ നീ വലിയ സാമ്പത്തികമായ പ്രയാസത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്, ഒന്നും കൊടുക്കാനില്ല. അയാൾ പിറ്റത്തെ റമദാനിൽ വരുന്നത് പ്രതീക്ഷയോടാണ്. കാരണം ഏതായാലും ഇവിടെ വന്നു 1000 രൂപ കിട്ടും, കാരണം നല്ലൊരു മനുഷ്യനാണെന്ന് വളരെ ആവേശത്തിൽ വരുന്നു. പക്ഷേ നിൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. ഭാര്യ പറയുന്നു അയാൾ അസുഖമാണ്, അങ്ങനെ ആശുപത്രിയിലാണ്. അങ്ങനെ പറയുമ്പോൾ നിനക്കന്നൊന്നും കൊടുക്കാനില്ലെങ്കിലും നീ 1000 രൂപ കൊടുത്ത പ്രതിഫലം അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. കൃത്യമായി ഇമാം ജമാഅത്തിന് ആരോഗ്യമുള്ള സമയത്ത് നീ വരുന്നു, 5 വഖത്ത് നിസ്കാരത്തിന് കൃത്യമായി വരുന്നു. അതാ പെട്ടെന്നാണ് നിനക്കൊരു ബൈക്ക് അപകടപ്പെടുന്നത്, അല്ലെങ്കിൽ നിനക്ക് രോഗം വരുന്നത്, അല്ലെങ്കിൽ നിൻ്റെ വാർദ്ധക്യം, ആ സമയത്തിന് കൃത്യമായി ഇമാം ജമാഅത്തിന് വരാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ, എന്തെങ്കിലും നല്ല ദീനിയായ പ്രവർത്തനം നടക്കുമ്പോൾ നീ സജീവമാണ്. നീ എവിടെയെങ്കിലും ഒരിടത്തിരുന്ന് മൊബൈലിലൂടെ റീൽസും പലതും കാണാതെ ആ സമയങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ദീൻ ചെലവഴിക്കുന്നു. പക്ഷേ ഇപ്പം നിനക്കതിന് വരാൻ പറ്റുന്നില്ല, കാരണം നീ അപകടത്തിൽപ്പെട്ട് കിടക്കയിലാണ്. ആ സമയത്ത് ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. നീ വന്നില്ലെങ്കിലും നിനക്ക് വന്നതിൻ്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹമുള്ള സമയത്ത് നാം ഉപയോഗം. ഇപ്പോൾ ഒഴിവ് സമയം, നമുക്കിപ്പോൾ ഒഴിവ് സമയമാണ്. ആ സമയം നാം അത് അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. പെട്ടെന്നാണ് നമുക്കൊരു ജോലി ശരിയാകുന്നത്. അപ്പോൾ ഒഴിവ് സമയത്ത് നാം ഖത്മുൽ ഖുർആൻ തീർത്തുകൊണ്ടുണ്ടായിരുന്നു. മാസത്തിൽ 1, 2, 3 നാം ജോലിയിൽ ഏർപ്പെട്ടു. നമുക്കിപ്പോൾ ഖത്മുൽ ഖുർആൻ കൃത്യമായി ഓതാൻ കഴിയുന്നില്ല, കാരണം ജോലിയിലാണല്ലോ. എന്നാൽ നീ ഒഴിവ് സമയം നീ ജോലിയിൽ ഷുഗൂലാകുന്നതിന് മുമ്പ് അത് ഉപയോഗപ്പെടുത്തിയതിന് പകരമായി അള്ളാഹു അത് നിനക്ക് പ്രതിഫലം എഴുതിക്കൊണ്ടേയിരിക്കും. അതുപോലെ നിൻ്റെ ജീവൻ
മരിക്കുന്നതിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തണം. മരിക്കുന്നതിന് മുമ്പ് നീ അള്ളാഹുവിൻ്റെ ത്വാഅത്തിൽ അത് ഉപയോഗിച്ചാൽ നിന്നെ ഖബറിൽ കൊണ്ടുപോയി കടത്തിയാലും നിനക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. നിനക്ക് ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അമൽ ചെയ്യുന്നവനാണ്, നീ സ്വർഗത്തിന് അർഹനാണ്. അല്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് അള്ളാഹു തന്ന ഈ ചുരുങ്ങിയ ആയുസ് എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ കണ്ണിന് കാണുന്ന ചില ആനന്ദത്തിന് വേണ്ടി നാം അത് ഉപയോഗിപ്പിച്ചാൽ തീർച്ചയായും ആ ഉപയോഗിക്കുന്ന സമയത്തായിരിക്കും അസ്രായിൽ അല്ലേ നിനക്കിഷ്ടപ്പെട്ട സുന്ദരിയായ ആളുകളുമായി അല്ലേ ചാട്ടിങ്ങും ചീട്ടിങ്ങും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹറാമിൽ ഏർപ്പെടുമ്പോഴായിരിക്കും അസ്രായിൽ വന്നു പോകുന്നത്. അങ്ങനെ ആയാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനെ കണ്ടുപഠിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. എന്താണ് മുആദ് ബിൻ ജബലിന് പ്രത്യേകത ഉള്ളത്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനെ അങ്ങനെ എന്താണ് ഒരു പ്രത്യേകത മുആദ് ബിൻ ജബലിനുള്ളതെന്ന് സ്വഹാബത്ത് അന്വേഷിച്ചപ്പോൾ ഒരു പ്രത്യേകതയും മുആദ് ബിൻ ജബലിക്കില്ല. ഒരു പ്രത്യേകത ഉണ്ട്. ഒരു കാലെടുത്ത് മുന്നോട്ട് വെക്കുമ്പോൾ പേടിച്ചു പോകും, അസ്രായിലിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമോ, എൻ്റെ റൂഹ് പിടിക്കുമോ എന്നുള്ള പേടിയാണ്. ഞാൻ ഇന്ന് അസർ വരെ ജീവിക്കും എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ മുനാഫിക്ക്. അല്ലേ? വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് വിശ്വസിക്കാൻ പറയുന്നത് എങ്ങനെയാണ്? വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ. നീ നാളെ എന്ത് ചെയ്യുമെന്ന് നിനക്കറിയില്ല, അത് നാം വിശ്വസിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. നീ എവിടെ വെച്ച് എപ്പോൾ അടുത്ത നിമിഷത്തിൽ ഇവിടെ എന്ത് സംഭവിക്കാൻ പോകും എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അല്ലേ? ഇവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കളിച്ചു അല്ലേ, ഇവനക്കറിയോ ഇതാ കളിച്ച് ഞാനിങ്ങനെ ഒരു 6 അടിച്ച് വീട്ടിലേക്ക് പോകണം, ഉമ്മയോട് പോയി പറയണം ഞാൻ കളിയിൽ വിജയിച്ചു എന്ന്. അല്ലേ? ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവൂലേ? ഇതെല്ലാം അസ്തമിച്ചില്ലേ? അടുത്ത നിമിഷം ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഇനി അടുത്തൊരു വാക്ക് നിങ്ങളോട് പറയാൻ എനിക്ക് കഴിയുമോ ഇല്ലേ എന്നറിയില്ല. ഈ സംസാരിക്കുന്നതിൻ്റെ സമയത്ത് അസ്രായിൽ എന്ന് വരുമോ എന്നറിയില്ല. അതുകൊണ്ട് ഉള്ള കാലത്തോളം എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ജീവിക്കാൻ നാം ശ്രമിക്കണം. ആനന്ദങ്ങളെല്ലാം നാളെ പരലോകത്ത് നമുക്ക് വലിയ ദുൽമത്തായിരിക്കും, വലിയ ഇരുളായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞ 5 ഇരുളുകളുണ്ടല്ലോ, അത് പ്രകാശിപ്പിക്കണം. അതിനെക്കുറിച്ചൊരു മനോഹരമായ വീഡിയോ നമ്മുടെ ചാനലിൽ നാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.